ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്ത് എന്ത് ചേട്ടൻ പറയുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇത് പ്രാങ്കാണ് മകനെ, ഇതിൽ ഞാൻ വീഴില്ല. ബിഗ് ബോസ് നല്ല വിളിച്ചപ്പോൾ തന്നെ മനസ്സിലായി. വന്നിരുന്നപ്പോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. ശരിക്കും പറ. എന്ത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം. എന്ത് പറയാൻ? പോണെന്ന് എണീറ്റ്. ഞാൻ ഇപ്പൊ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നില്ല. അതുമല്ല, ഇപ്പൊ എനിക്ക് എൻ്റെ കരിയർ അതൊക്കെ നോക്കണം. ഞാൻ ഒന്ന് സെറ്റിൽ ആവണം. ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും ഇതിൽ കിടക്കുന്നതേ ഉള്ളൂ. ഉണ്ടാക്കുന്നതൊക്കെ പൊക്കോണ്ടിരിക്കുന്നല്ലാണ്ട് എനിക്ക് ഒന്നും ലൈഫിലൊന്നും ഇപ്പം എന്താ പറയണ്ടേ, കരിയർ ഒന്നും ആയിട്ടില്ല കേട്ടാ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട്. ഇപ്പൊ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അത് പൊട്ടി പാളിഷായി. അപ്പൊ അതോടുകൂടി ഞാൻ വെച്ച് നിർത്തിയതാ. കല്യാണമേ ഞാൻ വെച്ച് നിർത്താന്ന് തീരുമാനിച്ചതാ. പിന്നെ വിചാരിച്ചു അമ്മയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കല്യാണം എന്നുള്ളത്. അപ്പം അവർ ജീവിച്ചിരിക്കുമ്പോൾ അത് നടത്തി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അത് നടത്തണം. അപ്പം ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു 2 വർഷത്തിനകത്ത്. അപ്പോൾ അതിന് 2 വർഷത്തിനകത്ത് എനിക്ക് സെറ്റിലാവണം. ഈ ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഉള്ള ഈ ഒരു ഫീൽഡ് അതൊക്കെ കുറഞ്ഞത് കൂടിപ്പോയ ഒരു 5 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ ആയിരിക്കും ഞാൻ ഇതിവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് എത്ര വയസ്സാവും? 35 വയസ്സാവും. അപ്പം അതിനുള്ളിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണം. എനിക്കിനി എന്താ പറയണ്ടേ, നമുക്ക് ഇപ്പം കിട്ടിയ ഇതൊരു ഭാഗ്യമാണ് ഈ അഭിനയം എന്നൊക്കെ പറയണേ. അത് നമുക്ക് ജീവിതകാലം വരുന്ന കാണില്ലല്ലോ. അപ്പം അതിനുള്ളിൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ, അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ, ചേച്ചി ചേട്ടൻ, ഞാൻ തന്നെ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പം വീടിൻ്റെ ലോൺ അതൊക്കെ അടയ്ക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് 2 വർഷത്തിനകത്ത് എനിക്ക് സെറ്റ് ചെയ്യണം. അതിനുള്ളത് എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എനിക്ക് ഉണ്ടാക്കണം. അല്ലാതെ അച്ഛനും അമ്മയൊന്നും സ്ഥലം മേടിച്ചിടയോ അങ്ങനത്തെ ഒന്നുമില്ല. ആ വീട് മാത്രമേ ഉള്ളൂ, ആരിനടുത്ത വീട് മാത്രം. പിന്നെ ട്രിവാണ്ടത്തെ വീട് അത് നമ്മൾ ചേച്ചി കൊടുത്ത വീടാ. ചേച്ചി കല്യാണം കഴിച്ച ഹസ്ബൻഡിന് ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. ശ്രീധനൊന്നും ചോദിച്ചിട്ടുമില്ല. പുള്ളിക്കാരനും പൊതുവെ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട് വന്ന് ചോദിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാ. കാസ്റ്റ് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല മനുഷ്യനാട്ടോ ചേട്ടൻ. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് പുള്ളിക്കാരനെ കിട്ടി. ആ പുള്ളിക്കാരനാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ. അതുകൊണ്ട് ചേച്ചിക്കായിട്ട് ഞാൻ ചേർന്ന് വെച്ചു കൊടുത്ത വീടാണ് ട്രിവാണ്ടത്തുള്ള ഒരു വീട്. അവർക്ക് താമസിക്കണേ. ഇപ്പം ഞാനും കൂടെ താമസിക്കുന്നേ ഉള്ളൂ. അമ്മയച്ഛനായിരുന്നാണ്. അപ്പം എനിക്കായിട്ട് ഇനി ഒരു വീട് വെക്കണം. പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ എന്താ, അങ്ങനെയൊക്കെ ഉണ്ട്. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഗുരുവായൂരുണ്ട്, താലിയേട്ടൻ, അങ്ങനെയൊക്കെ ഉണ്ട്. അതിപ്പോൾ നടക്കില്ല. അനീഷേട്ടൻ തോറ്റി. ഇത് പ്രാങ്കാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഉണ്ടോ നോക്ക്. ഇതിപ്പോ ഞാൻ ആടെ പറയും. അയ്യോ ബിഗ് ബോസ്, എന്നെ കൺവെൻഷൻ റൂമിലൊന്ന് വിളിക്കൂ പ്ലീസ്. അയ്യോ എൻ്റെ അടുത്തൊരാൾ. കളി കാര്യായ